നമസ്കാരം. വൈപ്പിനിൽ നടപ്പാക്കുന്ന പാതയം പദ്ധതി 5ാം വർഷത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി 1000-ലധികം സ്നേഹ പൊതിച്ചോറുകൾ വിതരണം ചെയ്ത പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. വൈപ്പിൻ ഞാറക്കൽ കേന്ദ്രീകരിച്ച പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന പാതയം എന്ന പദ്ധതി 5ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് 1523 പൊതിച്ചോറുകൾ വിതരണം ചെയ്തത്. ഞാറക്കൽ ലേബർ കോർണറിൽ വെച്ച് നടന്ന ചടങ്ങിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മുനമ്പം സന്തോഷ്, പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ജോൺസന് ശേഖരിച്ച പൊതിച്ചോറുകൾ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ടിറ്റോ ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാതയം കോർഡിനേറ്റർ സൗമ്യ തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഏതാണ്ട് കോവിഡ് കാലഘട്ടം മുതൽ അല്ലേ ഈ പ്രദേശത്തെ ആളുകൾക്ക് കൃത്യമായി എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വമാണ് എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ടിറ്റോ, സൗമ്യ, ആൻഡപ്പൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 5 വർഷമായി ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എല്ലാവർക്കും വിശക്കുന്നവന് അന്നം എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്നുള്ളത്. ആ വിശക്കുന്നവൻ അന്നം എത്തിക്കുക എന്നുള്ള ദൗത്യം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ശ്രീ ടിറ്റോ, സൗമ്യ, ആൻഡപ്പൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ജോൺസൺ തുടങ്ങിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ പദ്ധതി നിങ്ങൾക്ക് തുടർന്നും ഉള്ള വർഷങ്ങളിലും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, വിശക്കുന്നവന് ആഹാരം എത്തിക്കുവാൻ ഈ പഞ്ചായത്തിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ കൂടി ഇതെത്തിച്ച് ഇത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്നിവിടെ 1000 പൊതിച്ചോറുകൾ സ്വരൂപിക്കും എന്ന് പറഞ്ഞിട്ട് 1000 അതിനേക്കാളേറെ പൊതിച്ചോറുകൾ സ്വരൂപിക്കുവാനും അത് വിതരണം ചെയ്യുവാനും തയ്യാറായ നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പദ്ധതി ഇനിയും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നേ ദിവസം പാതയം എന്ന പരിപാടി അല്ലെങ്കിൽ ഇതൊരു പദ്ധതിയാണ്. ഇത് നമ്മുടെ വൈപ്പിങ്കരയിൽ പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ട് ഇന്നിപ്പോൾ 5ാം വർഷത്തേക്ക് കിടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 1000 പൊതിച്ചോറ് എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കടന്നത്. അത് 1000 അതിനേക്കാളേറെ പൊതിച്ചോറുകൾ നമ്മുടെ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയത്നിച്ച ഒരാള് ശ്രീ ജോൺസൺ ചേട്ടനാണ്. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഈ പരിപാടി ഞങ്ങൾ ചെയ്തിരുന്നത്. ജോൺസൺ ചേട്ടനെ ഏൽപ്പിക്കും. ജോൺസൺ ചേട്ടനാണ് അത് വിവിധ വിശക്കുന്ന വയറുകളിലേക്ക് എത്തിച്ചിരുന്നത്. ജോൺസൺ ചേട്ടനാണ്. എൻ്റെ ആശയവും ഇവിടെ സൗമ്യയുണ്ട്, സൗമ്യ തോമസിന്റെ ഹാർഡ് വർക്കും കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. കഴിഞ്ഞ 5 വർഷത്തോളമായി പൊന്നൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന പാതയം പദ്ധതി ഏറെ മാതൃകാപരമായാണ് മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി പ്രദേശത്തെ വീടുകളിൽ നിന്ന് നൽകുന്ന പൊതിച്ചോറുകൾ ശേഖരിച്ച തെരുവിലലയുന്നവർക്കും താലൂക്ക് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ട്രസ്റ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതിച്ചോറുകൾ എത്തിച്ചു നൽകുന്നു. 5ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും 1000 പൊതിച്ചോറുകൾ ശേഖരിച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വൈപ്പിൻ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം സഹായിച്ചതോടെ 1523 പൊതിച്ചോറുകളാണ് ഞാറക്കൽ ലേബർ കോർണറിലെ സംഭരണ സ്ഥലത്തേക്ക് എത്തിയത്. ചടങ്ങിൽ ഹെൻറി കുഞ്ഞുമോൻ, വിശാഖ് അശ്വിൻ, ബിജോയ് കെ ജെ, ശ്രീയേഷ് കെ എസ്, നിതിൻ ബാബു, PG പൃഥ്വിരാജ്, വിഷ്ണു പള്ളത്ത്, അനൂപ് ശശി, അംബ്രോസ് നിക്സൺ, ബിമൽ ബാബു, റെനിൽ പള്ളത്ത്, മനോജ് ടി ലെനിൻ, അനിൽ വടക്കേടത്ത്, ദിഷി KR, ദിദിൻ രാജ്, ഡിജിൽ പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.